സംഭവിച്ചാൽ ഫസ്റ്റിൽ ഒരു മിന്നെറിഞ്ഞ് അതിൻ്റെ സ്പോട്ടിൽ തന്നെ ഒരു ഇടിയും വെട്ടി. അതിൻ്റെ സെക്കൻഡുകളായിട്ടുള്ളൂ രണ്ടും പാടി ഒരുമിച്ചായി. പിന്നീട് ആൾക്കാർ ഓടുന്നതും വികുന്നതും ഞാൻ മൊബൈൽ വരെ ഓട്ടോമാറ്റിക് ഓഫായിപ്പോയി. സിനിമയിലെ ആവേശത്തില്ലേ നമ്മളെ ഫാസിൽ കളി വിട്ടുകാണ്ട് വാന്ന് പറയുന്നത് അതേ രംഗം തന്നെ. എല്ലാവരും തെറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വീണു, തലക്ക് ഒരു അസ്വസ്ഥതായിട്ട് ഓടുന്നവരുണ്ട് വീണിട്ട്. അതിൽ ഞങ്ങളൊരു ചെറിയൊരു അനിയനുണ്ട്, ചെറുത് ഏറ്റവും പ്രായം കുറഞ്ഞത്, അവരും വീണ്. എല്ലാവരും ഒരു 8 ആളെ അടുത്തുണ്ടാവും. അതിൽ ഈ കല്ലുമ്മക്കായ വാങ്ങാൻ വന്നൊരു ആളുണ്ട്, ആ ആളും തെറിച്ച് ബൈക്കുമൊന്നും വീണ്. ആളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. ഇപ്പോൾ ഒരാൾ ICUലാണ്, ബാക്കിയുള്ള ഒരു 3 ആൾ അഡ്മിറ്റ് ചെയ്ത് 11ാം വാർഡിലുണ്ട്. പിന്നെ ഒരു 3 ആൾ ഇപ്പം കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓടിയ ഒരാൾ കിട്ടാതെ ഉണ്ടായിരുന്നു, ആൾ ജംഷീർ എന്ന് പറഞ്ഞ ഒരാളിപ്പോൾ വന്നിട്ടുണ്ട്. അത് ആ രംഗം കാണാൻ കഴിയില്ല. ഞങ്ങളെല്ലാവരും ഭയന്നിട്ട് ഭയാനകരായിപ്പോയി, അത്രേ ഉള്ളൂ. അത് എല്ലാവരും ഭാഗ്യം കൊണ്ടാണ്, ഡോക്ടർ തന്നെ പറഞ്ഞു ഭാഗ്യം കൊണ്ട് കഴിച്ചിലായി പോയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ബാക്കിയാവില്ല. അത്ര ഒരു ഭാഗ്യമുള്ള ആൾക്കാരായിക്കൊണ്ട് കഴിച്ചിലായി. അതൊക്കെ അന്നാന്ന് കൂലിപ്പണിയൊക്കെ എടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അതിപ്പോൾ ഇനിയിപ്പം ഈ കടലിളക്കവും പരസ്യവും ഒക്കെ അതിനെക്കൊണ്ട് എല്ലാവർക്കും ജീവിതമാർഗം വളരെ ബാക്കോട്ടാണ്. ഇനിയിപ്പോൾ ഇത് അറിഞ്ഞതിനെ കൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും വെള്ളം നിറക്കുന്ന പരിപാടി കുറച്ച് ദിവസത്തിന് എല്ലാവർക്കും നിർത്തേണ്ടി വരും. അതിലിപ്പോൾ ഞങ്ങളെ സുഹൃത്തുക്കൾ മാത്രമല്ല, ജാസന്മാരമാതിരി നമ്മളെല്ലാവരും ഒരുമിച്ചുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒരു ബുദ്ധിമുട്ടി തന്നെയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ആവുമെന്നുള്ളതല്ല, എല്ലാവരുടെ കാലിൻ്റെ കീപ്പോട്ട് തരിപ്പാണ്, കാല് മടക്കാനും താക്കാനും കഴിയുന്നില്ല. പിന്നെ നെഞ്ഞുവേദന ഉള്ളവരുണ്ട്, തലക്ക് ഒരു ഭാഗം ഒരു തരിപ്പുള്ളവരുണ്ട്, എല്ലാവരും ഉണ്ട് ബുദ്ധിമുട്ടായിട്ട്. എല്ലാവരും ഇവിടെ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നവരാണോ അതോ ഈ പണിയെടുക്കുന്ന സെക്ഷനിലുള്ള ആൾക്കാരെല്ലാവരും, അല്ലാതെ സാധനങ്ങളൊന്നും വാങ്ങാനുള്ള അതിൽ ഒരു മത്സ്യം വാങ്ങാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് കല്ലുമ്മക്കായ് വാങ്ങാൻ വന്നായിരുന്നു, ബൈക്കുമേൽ ആളും വന്നിരുന്നു. കുട്ടിയുണ്ടല്ലേ? ആ ഒരു കുട്ടി ഒരു 16 ഉണ്ടാവില്ല, അതിൻ്റെ കീപ്പോർഡിലുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്കായിരുന്നു, ആ കുട്ടീനെന്തോ ഭാഗ്യം വശത്താൽ കഴിച്ചിലായി. നിങ്ങൾ പേടിച്ചു പോയത് ഇങ്ങനെ പേടിച്ചു പോയിരുന്നു. മൊബൈലൊക്കെ ഓഫായി, ഓട്ടോമാറ്റിക് ഓഫായി പോയി. മൊബൈൽ ഗെയിം കളിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഓല ഓഫായി. ഇൻ്റെത് അടക്കം ഓഫായി, ഫോൺ ഓഫായി. ഫോൺ ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചു പറയാൻ ഇത് ടി വിയിൽ ഇങ്ങനെ ലൈവ് ന്യൂസ് കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ വീട്ടുകാരും ബേജാറാവല്ലോ. ഞാൻ ചെമ്മടാണ് ഭാര്യ വീട്. അപ്പോൾ അവരും കണ്ടിട്ട് വിളിച്ചും കണ്ട് ഇന്നെ കിട്ടായിട്ട് പല ആൾക്കാരും കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇടി മിന്നലാണ്, ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടെന്ന്. അത് ഒരു കഴിച്ചിലായി. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകുന്നില്ല എന്തായിരുന്നു ആ സംഭവം എന്നുള്ളത്. സാധാരണ അവിടെ നിന്ന് ഇങ്ങനെ ഈ മിന്നലൊക്കെ ഏറ്റിട്ടുണ്ടോ ആർക്കെങ്കിലും? ഞാൻ ഒരു 10-42 വയസ്സായി. വിവരം വെച്ചിട്ട് ഒരു 10-12 കൊല്ലമായി ഉണ്ടാവും. ആ ചെറുപ്രായമല്ലേ, അതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇരിക്കുന്ന ഷെഡിൻ്റെ ഓടൊക്കെ കുലുങ്ങായിരുന്നു കിടന്നിട്ട്. ഞങ്ങളൊരു 5-6 ആൾ അവിടെ ഇരുന്ന് കണ്ടപാടെ നമ്മൾ പാഞ്ഞ് പോയി. ഞങ്ങളെല്ലാ സ്പോട്ടിലും ഇങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് ഇതപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഇതെന്താ ഏതാണെന്ന് അറിയാതെ ഞങ്ങൾ ആരും പോവില്ല. അപ്പോൾ ഡിസ്ചാർജ് ചെയ്ത ഒരു കുട്ടി എന്താ കഴിച്ചിലാവാതെ പോവില്ല. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. നമ്മൾ മത്സ്യത്തൊഴിലാളിയാണ്. അപ്പോൾ ഇപ്പം കടലിൽ പോകാൻ പറ്റുന്ന ടൈമാണ്. അപ്പോൾ ഈ എടുക്കുന്ന പണി വെള്ളം കയറ്റുന്നതാണ് പോലെയാണ്. വെള്ളം നിറച്ചിട്ട് തമിഴ്നാട്ടിൽ കൊണ്ടുവരാനാണ്. അപ്പോൾ അത് കയറ്റി കൊടുക്കുന്ന ടൈമിലാണ് ഇത് തട്ടുന്നത്. അപ്പോൾ നമ്മൾ 5-10 പേരുണ്ട്. 5-10 പേരിൽ ഒരു 4-5 ആൾക്ക് ഇത് സംഭവിച്ചിരിക്കണം. മിന്നൽ മുടങ്ങിയപ്പോൾ എല്ലാവരും വീണുപോയി. ആശുപത്രിയിൽ നമ്മൾ അടുത്തുള്ള ഒരു പല്ലിൻ്റെ ഇതിൻ്റെ പണിയെടുക്കുന്ന ആളുകളുണ്ട്, അവരെ വണ്ടി ഉണ്ടായിരുന്നു. അവരെ വണ്ടി കൊണ്ടുവന്നാണ് തലക്ക തട്ടിയത്. ബാക്കിയുള്ളവർക്ക് കാലിനും മേത്തൊക്കെ തട്ടിക്കണ്. വണ്ടീൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾക്ക് ഓനിക്കാണ് കൂടുതൽ തട്ടിയത്. ഓനാണ് ICUലുള്ളത്. ഇപ്പം അവർ തിരിച്ചില്ല, വണ്ടീൻ്റെ മുകളിൽ തന്നെ വീണതാണ്. പുറത്ത് താഴേക്ക് വീണില്ല, വണ്ടീൻ്റെ മുകളിൽ തന്നെ വീണതാണ്. മുപ്പരിക്ക് കൂടുതൽ തട്ടിയത്. ബാക്കി താഴത്തുള്ളവർക്കൊക്കെ തട്ടിക്കണ്. പക്ഷേ ഭയങ്കര കുടുങ്ങി. നമ്മളൊക്കെ ഷോക്ക് വീണയാൾ തട്ടിയാൻ പാടില്ല, തലക്ക് കുടിക്കാൻ പാടില്ല. അവിടെ അടുത്ത് ഹോസ്പിറ്റലുണ്ട് പല്ലിൻ്റെ, അവരെ പല്ലിൻ്റെ അടുത്തുള്ള ഉണ്ട്. തൊട്ടടുത്തുള്ള ഈ ബേക്കറി നിൽക്കുന്നവരുണ്ട്, ഈ കേക്കൊക്കെ വെക്കണ അവരെ വണ്ടി എടുത്തിട്ടാണ് നമ്മൾ എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ കല്ലുമ്മക്കായ് വാങ്ങാൻ വേണ്ടി സമയം സംഭവിച്ചാൽ ബൈക്കിൻ്റെ മുകളിൽ അവിടെ ഒരു എനിക്ക് തോന്നുന്നു 7-8 പേരിട്ടുണ്ടാവും. അല്ലല്ല, ഞാൻ 2 പേരെ എൻ്റെ ബൈക്കിൻ്റെ മുകളിൽ 2 പേരെ ഞാൻ കൊണ്ടുവന്നത്. ബാക്കിയുള്ള എനിക്ക് തോന്നുന്നു കാറിലാണ് വന്നത്. വീണിട്ടുണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ വീണെടുക്കണം 2 പേരും. അതിൽ 2 ആളെ എൻ്റെ ബൈക്കിന്മേൽ കൊണ്ടുവന്നു. ഇവിടെ എത്തിയ ശേഷം എനിക്ക് 10-15 ദിവസം എൻ്റെ കൈക്ക് തരിപ്പ് വന്നത്.